ഈ 3D ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രീതിയിൽ തന്നെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത് ചെയ്തു വരുമ്പോൾ അങ്ങനെ സംശയമല്ല, അതിലൊരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വീട് വെക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. പ്രധാനമായിട്ടും നമ്മൾ വെക്കുന്ന വീട് ഒരു യുണീക്ക് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ എയർ സർക്കുലേഷൻ, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സർക്കുലേഷനൊക്കെ വളരെ നല്ല രീതിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വീട് പിന്നെ ഒരുപാട് വലിപ്പത്തിലല്ല, അതിൻ്റെ ആ ഭംഗിയിൽ അത് മികച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ വീട്ടിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ വീട് വെക്കണം എന്നാഗ്രഹിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിനോട് ഒത്തിണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് അവർ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല ആളുകളെയും ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, പലരും ഒരു പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പലരും തയ്യാറാവുന്നില്ല. കൺവെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനൊരു വീട് വയ്ക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഞങ്ങളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു വീട് തന്നെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഈ ക്വാളിറ്റി വൈസ് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ കെട്ടുറപ്പുള്ളൊരു വീട്, അതുപോലെ തന്നെ സുരക്ഷയിൽ, അതുപോലെ തന്നെ ഭംഗിയിൽ, എല്ലാത്തിലും മികച്ചു നിൽക്കുന്നൊരു വീട് തന്നെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഞങ്ങൾ ഈ കലിസ്റ്റ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റിയും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജെയിംസ് ആൻ്റണിയെ പറ്റിയൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിനോട് ഞങ്ങളുടെ കോൺസെപ്റ്റുകൾ പറഞ്ഞു, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അദ്ദേഹം വളരെ പുതിയ ഐഡിയാസ് അദ്ദേഹത്തിനുണ്ട്, വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റിന് ഇണങ്ങിയ ഒരു വീട് ഞങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ 3D ഒക്കെ ചെയ്യുന്നതിനൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾ ഏൽപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 3Dയും പ്ലാനൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലൊക്കെ ഞങ്ങളുടെ കോൺസെപ്റ്റ് പോലെ തന്നെ അല്ലെങ്കിൽ വളരെ വ്യക്തമായിരുന്നു, അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എന്ത് തരം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ മുറിയിലും വ്യത്യസ്തത, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഓരോ ഭാഗത്തും ലിവിങ് ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ, കിച്ചൺ എല്ലാം പ്രത്യേകതകളുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹം പഴയ രീതിയിലുള്ള ഈ ബേ വിൻഡോയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടുകളിലുള്ളതാണ്. അതൊക്കെ പുതിയ രീതിയിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സുരക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അതൊക്കെ ക്ലാരിഫൈ ചെയ്തു. ഞങ്ങളുടെ ആശങ്കകളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് സാധാരണ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും രണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട്. പക്ഷേ ഒരാൾ പോലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. ഈ വീടിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ഓരോ സാധനവും എവിടെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ 3D ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രീതിയിൽ തന്നെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത് ചെയ്തു വരുമ്പോൾ അങ്ങനെ സംശയമല്ല, അതിലൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ കാണാത്തതിനേക്കാളും മനോഹരമായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന കലിസ്റ്റയ്ക്കും അവരുടെ ടീമിനും ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു.